G7 മീറ്റിംഗിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിവിധ സുപ്രധാന വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ ഉഭയകക്ഷി തലത്തിൽ നടന്ന ചർച്ചകളെക്കുറിച്ചും ഉടൻ തന്നെ ഒപ്പുവയ്ക്കാൻ പോകുന്ന ധാരണാപത്രത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അതിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണെന്നും അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരുടെ നിരവധി ചോദ്യങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്റെ തനതായ ശൈലിയിലാണ് മറുപടി നൽകിയത്. അമേരിക്കയ്ക്ക് സംഭവിച്ച തെറ്റുകൾ എന്തൊക്കെയാണ്? ഈ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് മുന്നിലുണ്ടായിരുന്ന സാധ്യതകൾ എന്തൊക്കെയായിരുന്നു? ആരാണ് ഇതിന് മുൻകൈ എടുത്തത്? നമുക്ക് ഈ യുദ്ധം നിർത്താമെന്ന ഇറാൻ ഭാഗത്ത് നിന്നാണോ അതോ അമേരിക്കയുടെ ഭാഗത്ത് നിന്നാണോ ആദ്യ നിർദ്ദേശം വന്നത്? ആരാണിത് ആദ്യം ആരംഭിച്ചത്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് ട്രംപ് തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. ഇതിൽ ഇസ്രായേലിന് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? അതോ ഈ ചർച്ചകൾ നടന്നതുകൊണ്ട് ഇസ്രായേലിന് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ചും ഒരുപാട് വിവരങ്ങൾ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അപ്പോ ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി അറിയാം. ഫ്രാൻസിൽ വെച്ചാണ് ഇപ്പോൾ G7 മീറ്റിംഗ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി പല രാജ്യങ്ങളിലെ നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ചകളും ചർച്ചകളും നടത്തുന്നുണ്ട്. ഈ സമയത്താണ് അമേരിക്കൻ പ്രസിഡന്റ് മാധ്യമ പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട പല ചോദ്യങ്ങൾക്കും മറുപടി നൽകിയത്. ഇതിൽ കൂടുതൽ ചോദ്യങ്ങളും ഇറാൻ വിഷയത്തെക്കുറിച്ചായിരുന്നു. ഈ കാര്യങ്ങളെ നമുക്ക് പ്രധാനമായും 3 ഭാഗങ്ങളായി തിരിച്ചു കാണാം. ഒന്നാമത്തേത്, ഇറാനുമേലുള്ള ആക്രമണം മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണോ? ഇറാൻ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് അമേരിക്കയ്ക്ക് മറ്റു വഴികൾ ഉണ്ടായിരുന്നോ അതോ അവസാന നിമിഷം മറ്റു മാർഗമില്ലാതെ എടുത്ത തീരുമാനമായിരുന്നോ ഇത് എന്നായിരുന്നു ചോദ്യം. എന്നാൽ ഇത് അവസാന നിമിഷം എടുത്ത തീരുമാനമല്ല എന്നും അമേരിക്കയുടെ ഒരു വലിയ പ്ലാനിങ്ങിന്റെ ഭാഗമായി വളരെ മുൻപ് തന്നെ തയ്യാറാക്കിയതാണെന്നും അതിനനുസരിച്ചാണ് ആക്രമണം നടത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. രണ്ടാമത്തേത്, കരാറിലെ 14 പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഇറാനുമായുള്ള കരാറിലെ 14 പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് അമേരിക്ക തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിനു മുൻപ് മീഡിയകളിൽ വന്ന വാർത്തകളും ഇപ്പോൾ അമേരിക്ക പുറത്തുവിട്ട വിവരങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മീഡിയ വാർത്തകളും ഇപ്പോഴത്തെ യഥാർത്ഥ വിവരങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായി സംസാരിക്കാം. അതുകൊണ്ട് ഈ വീഡിയോയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളും അതിനുള്ള മറുപടിയും നമുക്ക് വ്യക്തമായി പറയാം. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. അവരുടെ പ്രതിരോധ മന്ത്രിയുടെയും വിദേശകാര്യമന്ത്രിയുടെയും ട്വീറ്റുകൾ നോക്കിയാൽ തന്നെ അവർ ഈ തീരുമാനത്തിൽ ഒട്ടും സന്തോഷവാന്മാരല്ല എന്ന് മനസ്സിലാകും. എന്നാൽ തങ്ങൾ ഇനി ആണവായുധം ഉണ്ടാക്കില്ല എന്ന് ഇറാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇറാന്റെ കയ്യിൽ ആണവായുധം ഇല്ല എന്ന് ഉറപ്പായാൽ ഇസ്രായേലിന് ഇറാൻമേൽ ആക്രമണം നടത്തേണ്ട കാര്യമില്ല. അതോടെ ഇസ്രായേലിന് സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയിലും ചുറ്റുമുള്ള മറ്റ് പ്രശ്നങ്ങളിലും കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റുമെന്നും ട്രംപ് ഉറപ്പിച്ചു പറയുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ ഒരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഹിസ്ബുള്ളക്കെതിരെ ശക്തമായ നടപടികളിലേക്ക് പോകാൻ ഇസ്രായേലിന് മുന്നിൽ വലിയ അവസരങ്ങളുണ്ട്. കൂടാതെ ഈ മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളെല്ലാം ഇസ്രായേലുമായി നല്ല സൗഹൃദത്തിലാകണം. അബ്രഹാം ഉടമ്പടി അനുസരിച്ച് ഈ സൗഹൃദ ചർച്ചകൾ എല്ലാവരും വേഗത്തിലാക്കണമെന്നും ഇതിന് സൗദി അറേബ്യ മുന്നിൽ നിന്ന് നേതൃത്വം നൽകുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അടുത്തത്, ഇസ്രായേലിലെ പല ഉദ്യോഗസ്ഥരും ഈ കരാർ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഇത് പൂർണ്ണമായും ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് എതിരെന്നാണ് അവരുടെ വാദം. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ഇത് എങ്ങനെ സമ്മതിക്കുമെന്ന ചോദ്യത്തിന് ട്രംപ് നൽകിയ മറുപടി ലോജിക്കലായി ചിന്തിച്ചാൽ ശരിയാണ്. ഇറാന്റെ കയ്യിൽ ആണവായുധം ഇല്ലാതിരിക്കുന്നിടത്തോളം കാലം ഇസ്രായേലിന് എന്താണ് പ്രശ്നം? ഹിസ്ബുള്ള എങ്ങാനും 2 ഡ്രോണുകൾ അയക്കുകയും അത് ഇസ്രായേലിലെ വിജനമായ ഏതൊരു മരുഭൂമിയിൽ വീഴുകയും ചെയ്താൽ പോലും ഇസ്രായേൽ വലിയ രീതിയിലാണ് തിരിച്ചടിക്കുന്നത്. ഇതിനെയാണ് ട്രംപ് വിമർശിച്ചത്. ഇസ്രായേൽ ഇപ്പോൾ വളരെ ബുദ്ധിപരമായി പെരുമാറണം. ആളില്ലാത്ത സ്ഥലത്ത് വീണ 2 ഡ്രോണുകളുടെ പേരിൽ വലിയൊരു യുദ്ധത്തിന് പുറപ്പെടുന്നത് അത്ര ബുദ്ധിയുള്ള പ്ലാൻ അല്ല എന്ന് ട്രംപ് തുറന്നു പറയുന്നു. അടുത്തത്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ സമ്പത്തുള്ള ആദ്യത്തെ 5 രാജ്യങ്ങൾ എടുത്താൽ അതിൽ ഇറാൻ ഉണ്ടാകും. ഇത്രയും വലിയ സാമ്പത്തിക സാധ്യതയുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ആണവായുധങ്ങൾക്ക് പുറകെ പോകുന്നത് എന്നാണ് ട്രംപിന്റെ ചോദ്യം. നിങ്ങൾക്ക് ആവശ്യമുള്ള വിപണി സൗകര്യം ഞങ്ങൾ തരാം, പകരം ആണവായുധങ്ങൾ ഉണ്ടാക്കരുത് എന്ന അമേരിക്കയുടെ ആവശ്യം ഇറാൻ അംഗീകരിച്ചിട്ടുണ്ട്. ഇതാണിപ്പോൾ താൽക്കാലിക യുദ്ധവിരാമത്തിന് വഴിയൊരുക്കിയിരിക്കുന്നത്. ഇറാൻ ആണവായുധങ്ങളിലേക്ക് പോകുന്നില്ല എന്ന് ട്രംപിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. എന്നാൽ അവരുടെ കയ്യിലുള്ള യുറേനിയം ഇനി അവർ എന്ത് ചെയ്യും എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ വരും ദിവസങ്ങളെ അറിയാൻ കഴിയും. അടുത്തത്, ഈ യുദ്ധവിരാമത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാണ്? ഈ ചർച്ചയ്ക്ക് പിന്നിൽ പാകിസ്ഥാന്റെയും സൗദി അറേബ്യയുടെയും വലിയൊരു മധ്യസ്ഥ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. കൂടാതെ ചൈനയുടെയും റഷ്യയുടെയും ഇടപെടലുകളും ഇതിലുണ്ടായിരുന്നു. ചർച്ചകൾക്ക് സഹായിച്ച ചൈനയ്ക്കും ഒരു ഭാഗത്തും ചായാതെ നിഷ്പക്ഷമായി നിന്ന റഷ്യൻ പ്രസിഡന്റിനും ട്രംപ് നന്ദി അറിയിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും നേരിട്ട് ചർച്ച നടത്താതിരുന്ന സാഹചര്യത്തിൽ ഈ രാജ്യങ്ങളുടെ എല്ലാം മധ്യസ്ഥത കൊണ്ടാണ് ഈ യുദ്ധവിരാമം സാധ്യമായത്. മാനുഷിക പരിഗണന മുൻനിർത്തിയാണ് അമേരിക്ക ഈ യുദ്ധം നിർത്താൻ സമ്മതിച്ചതെന്നും ട്രംപ് പറയുന്നുണ്ട്.
എന്നാൽ ഇതിലെ ലോജിക് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. മറ്റു വഴികളില്ലാതെയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് ഒരു വശത്ത് തോന്നിപ്പിക്കുമെങ്കിലും തങ്ങളുടെ അധികാരം കാണിക്കാൻ വേണ്ടി ഞങ്ങൾ കാരണമാണ് ഇതെല്ലാം നടന്നത് എന്ന് വരുത്തി തീർക്കാൻ അമേരിക്ക പലയിടത്തും ശ്രമിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് ട്രംപ് കൃത്യമായി പറയുന്നത് ഇറാനിൽ ഏകദേശം 91 മില്യണിലധികം ആളുകൾ ജീവിക്കുന്നുണ്ട്. അവർക്ക് കുടിവെള്ളം ലഭിക്കുന്നത് പ്രധാനമായും കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകളിൽ നിന്നാണ്. കാരണം ഇറാനിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ശുദ്ധജല സംഭരണികളുള്ളൂ. അമേരിക്ക വിചാരിച്ചിരുന്നെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈ വാട്ടർ പ്ലാന്റുകൾ എല്ലാം തകർക്കാമായിരുന്നു. പക്ഷേ അവിടുത്തെ സാധാരണ ജനങ്ങളോടുള്ള നല്ല മനസ്സുകൊണ്ടും അവർക്ക് ദോഷം വരരുത് എന്ന് കരുതിയുമാണ് അമേരിക്ക അത് ചെയ്യാതിരുന്നത് എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. എന്നാൽ ട്രംപ് ഇങ്ങനെ പറയുമ്പോഴും ഇതേ അമേരിക്ക തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സ്കൂളിന് നേരെ ആക്രമണം നടത്തി 100-ലധികം ആളുകളുടെ ജീവൻ എടുത്തത്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ അവകാശവാദത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ഒരുപാട് ചോദിച്ചു. സ്കൂളിന് നേരെ നടന്ന ഈ ആക്രമണത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ട്രംപ് വളരെ ലളിതമായാണ് അതിനെ മറികടക്കാൻ നോക്കിയത്. ഒരു യുദ്ധം നടക്കുമ്പോൾ ഇത്തരം തെറ്റുകൾ സ്വാഭാവികമായും സംഭവിക്കുമെന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. കൂടാതെ ഇതിനാരാണ് ഉത്തരവാദികൾ, അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാറുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതിന് മറുപടി നൽകുമെന്നും പറഞ്ഞ് അദ്ദേഹം ആ ചോദ്യത്തെ വളരെ നിസ്സാരമായി തള്ളിക്കളഞ്ഞു. 100-ലധികം കുട്ടികൾ ഒരുമിച്ച് മരിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു തെറ്റാണ്. എങ്കിലും ഇതിനൊരു ആശ്വാസമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രംപ് ആ തെറ്റ് സമ്മതിച്ചു എന്നതാണ്. നേരിട്ടല്ലെങ്കിലും അതെ, ഞങ്ങളുടെ ഭാഗത്ത് നിന്നാണ് അത് സംഭവിച്ചത് എന്ന് അദ്ദേഹം പരോക്ഷമായി തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. ട്രംപ് ഇത് സമ്മതിച്ചത് കൊണ്ട് തന്നെ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ചുള്ള സത്യങ്ങൾ ഇനി കുറച്ചെങ്കിലും പുറത്തു വരാൻ തുടങ്ങും. ഇതിനു പുറമെ ഇറാന്റെ മിസൈൽ പ്രോഗ്രാമിനെ കുറിച്ചും ട്രംപ് സംസാരിക്കുകയുണ്ടായി. സത്യത്തിൽ ഈ യുദ്ധം തുടങ്ങാനുള്ള പ്രധാന കാരണങ്ങൾ രണ്ടായിരുന്നു. ഒന്ന് ഇറാന്റെ ആണവായുധം, 2 അവർ വലിയ രീതിയിൽ ബാലിസ്റ്റിക് മിസൈലുകൾ ശേഖരിച്ചു വെക്കുന്നത്. എന്നാൽ ഇപ്പോൾ ട്രംപ് ഇതിൽ പൂർണ്ണമായും ഒരു യു ടേൺ എടുത്തിരിക്കുകയാണ്. ഇറാന്റെ കയ്യിൽ മിസൈൽ ഉള്ളത് കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. എല്ലാ രാജ്യങ്ങളുടെ കയ്യിലും മിസൈലുകളുണ്ട്, ഞങ്ങളുടെ കയ്യിലുണ്ട്, ഇസ്രായേലിന്റെ കയ്യിലുണ്ട്, മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങളുടെ കയ്യിലും ഉണ്ട്. ഈ സാധാരണ മിസൈലുകൾ ഉണ്ടാക്കുന്ന നാശനഷ്ടം വളരെ കുറവാണ്. അതായത് ഒരു വലിയ ഏരിയയെ ലക്ഷ്യം വെച്ച് സാധാരണ മിസൈൽ അയച്ചാൽ പോലും അതിന്റെ ആകെ തകർച്ച ഒരു ചെറിയ പുള്ളി പോലെ മാത്രമേ ഉണ്ടാകൂ. എന്നാൽ ആണവായുധം എന്ന് പറയുന്നത് ഒരു ഘട്ടം കഴിഞ്ഞാൽ ഈ ലോകത്തെ തന്നെ ഇല്ലാതാക്കാൻ ശേഷിയുള്ള ഒന്നാണ്. ഒരു സാധാരണ മിസൈൽ വന്ന് വീണ് പൊട്ടുന്നതും ആണവായുധം ഘടിപ്പിച്ച് ഒരു മിസൈൽ വീണ് പൊട്ടുന്നതും രണ്ടും രണ്ടാണ്. അതുകൊണ്ട് ഇറാന്റെ കയ്യിൽ മിസൈൽ ഉള്ളത് പ്രശ്നമല്ല, പക്ഷെ അവരുടെ കയ്യിൽ ആണവായുധങ്ങൾ ഉണ്ടാകരുത് എന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത്. ഇങ്ങനെ ട്രംപ് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് അടുത്തൊരു പ്രധാന കാര്യം കൂടി പുറത്തു വരുന്നത്. ഈ കരാർ എപ്പോൾ വേണമെങ്കിലും ഒപ്പുവെക്കാം. അടുത്ത ചില മണിക്കൂറുകൾക്കുള്ളിലോ അല്ലെങ്കിൽ 2-3 ദിവസങ്ങൾക്കുള്ളിലോ ഇത് നടക്കാമെന്നാണ് പറയുന്നത്. ഈ കരാർ അനുസരിച്ച് ഇറാനുമേലുള്ള നേവൽ ബ്ലോക്കേഡ് ഉടനെ തന്നെ മാറ്റുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ നേവൽ ബ്ലോക്കേഡ് എത്രത്തോളം ഫലപ്രദമായിരുന്നു? ഈ ചോദ്യം വന്നപ്പോൾ ട്രംപ് പറഞ്ഞത് ഇത് വളരെ വളരെ ഫലപ്രദമായിരുന്നു എന്നാണ്. ഇറാനെ കൊണ്ട് ഈ സമാധാന കരാർ സമ്മതിപ്പിക്കുന്നതിലും അവരെ കീഴടങ്ങാൻ പ്രേരിപ്പിക്കുന്നതിലും അമേരിക്കയുടെ ഈ കടൽ ഉപരോധം വലിയൊരു പങ്ക് വഹിച്ചു. അമേരിക്ക ഏർപ്പെടുത്തിയ ഈ ഉപരോധം കാരണം ഇറാനിൽ നിന്നുള്ള കപ്പലുകൾക്ക് വലിയ പ്രതിസന്ധിയാണ് നേരിടേണ്ടി വന്നത്. ഇതുവരെ ഇറാനിൽ നിന്നും പുറപ്പെട്ട 100-ലധികം കപ്പലുകൾ ഞങ്ങൾ തടയുകയും പുറത്തേക്ക് വിടാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു മുൻപ് ആവശ്യമില്ലാതെ കോടിക്കണക്കിന് വില വരുന്ന ബോംബുകളാണ് ഞങ്ങൾ ഇറാനിൽ വർഷിച്ചത്. സത്യത്തിൽ അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു. ഈ ഒരു കടൽ ഉപരോധം കൊണ്ട് മാത്രം കാര്യങ്ങൾ ഇത്രത്തോളം സാധിച്ചെടുക്കാൻ പറ്റിയെന്നാണ് ട്രംപ് പറയുന്നത്. നിങ്ങൾ ഓരോ കാര്യങ്ങളായി നോക്കിയാൽ മനസ്സിലാകും അമേരിക്കയ്ക്ക് എവിടെയൊക്കെയാണ് തെറ്റുപറ്റിയത് എന്ന് ട്രംപ് തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് വരെ ആരും ഇക്കാര്യങ്ങൾ സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. അമേരിക്ക ഇറാന് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ ഇറാന് ശരിക്കും തളർത്തിയത് അവരുടെ വരുമാനം തടഞ്ഞു വെച്ചതാണ്. ആ വരുമാനം മാത്രം ആദ്യമേ ബ്ലോക്ക് ചെയ്തിരുന്നെങ്കിൽ ഈ യുദ്ധം ഇത്ര വലിയ രീതിയിൽ വളരുമായിരുന്നില്ല. അമേരിക്ക ഇറാന്റെ മിലിറ്ററി കേന്ദ്രങ്ങളും പാലങ്ങളും പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷൻ സെന്ററുകളും എല്ലാം ബോംബിട്ട് തകർത്തു. ഇത് ഇറാന്റെ വളർച്ചയെ കുറച്ച് വർഷങ്ങൾ പുറകോട്ട് അടുപ്പിച്ചു എന്നത് സത്യമാണ്. എങ്കിലും അടുത്ത ഒരു 5 വർഷത്തിനുള്ളിൽ തന്നെ ഇതെല്ലാം വീണ്ടെടുക്കാൻ ഇറാന് സാധിക്കും. അതിലുപരിയായി അമേരിക്ക ഇറാനിൽ തകർത്തതിനേക്കാൾ വലിയൊരു അവസരമാണ് ഇപ്പോൾ ഈ കരാറിലൂടെ അവർക്ക് ലോകത്തിന് മുന്നിൽ തുറന്നു കിട്ടിയിരിക്കുന്നത്. ഈ ഒരു അവസരം വെച്ച് ഇറാന് വളരെ പെട്ടെന്ന് തന്നെ തങ്ങളുടെ ശക്തി തിരിച്ചെടുക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇത്രയും കാലം അവിടെ മിലിറ്ററി ആക്രമണങ്ങൾ നടത്തിയതിന്റെയും ബോംബുകൾ വർഷിച്ചതിന്റെയും ഫലം എന്തായിരുന്നു എന്ന വലിയൊരു ചോദ്യചിഹ്നമാണ് ഇവിടെ ബാക്കിയാകുന്നത്. വെറും ഒരു കടൽ ഉപരോധം കൊണ്ട് മാത്രം ഇറാനെ ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുവരാൻ കഴിയുമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇത് തുടക്കത്തിൽ തന്നെ ചെയ്തില്ല എന്ന ചോദ്യം
ഇവിടെ ഉയരുക തന്നെ ചെയ്യും. അപ്പോൾ ആരുടെയൊക്കെയോ സമ്മർദ്ദം കാരണമാണ് അമേരിക്ക ഈ വഴി തിരഞ്ഞെടുക്കാതെ ഇത്രയും വലിയ യുദ്ധത്തിലേക്ക് പോയത് എന്ന് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും യുദ്ധം അവസാനിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും ഏകദേശം വന്നു കഴിഞ്ഞു. പക്ഷേ ഇനി അടുത്തത് എന്താണ് നടക്കാൻ പോകുന്നത്? ഇസ്രായേൽ ഈ തീരുമാനത്തെ ഒരിക്കലും പൂർണ്ണമായും അംഗീകരിക്കില്ല. ഇസ്രായേലിന് നേരെ ഇനി ഒരു ആക്രമണം ഉണ്ടായാൽ ഇറാന് എപ്പോൾ വേണമെങ്കിലും സ്ട്രേറ്റ് ഓഫ് ഹോമസ് അടച്ചുപൂട്ടാൻ കഴിയും. ഇത്രയും കാലം ഇതൊരു വലിയ പേടി സ്വപ്നമായിട്ടാണ് എല്ലാവരും കണ്ടിരുന്നത്. ഇറാൻ ഇത് ചെയ്യില്ല എന്നും അങ്ങനെ ചെയ്താൽ അമേരിക്ക തങ്ങളുടെ മിലിറ്ററി ഉപയോഗിച്ച് തടയുമെന്നുമാണ് എല്ലാവരും കരുതിയത്. എന്നാൽ ഇന്നത്തെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഇറാൻ ഈ വഴി അടച്ചാൽ സ്വന്തം സൈന്യത്തെ ഉപയോഗിച്ച് അത് വീണ്ടും തുറപ്പിക്കാനുള്ള ഒരു പ്ലാനോ മറ്റു വഴികളോ ഇപ്പോൾ അമേരിക്കയുടെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ എപ്പോഴും ഇറാന് തന്നെയാണ് അപ്പർ ഹാൻഡ് ഉള്ളത്. ഈ സ്റ്റേറ്റ് ഓഫ് ഹോമോസ് മേഖലയിൽ ഇറാൻ തന്നെയാണ് വ്യക്തമായി വിജയ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് വരുന്ന കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പല സത്യങ്ങളും ഇവിടെ തുറന്നു പറഞ്ഞതാണോ അല്ലെങ്കിൽ അറിയാതെ അബദ്ധത്തിൽ പറഞ്ഞു പോയതാണോ? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് സെക്ഷനിൽ പറയുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.